session. Thank you, Dr. Poonam. Thank you, all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1419 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ ഡോക്ടർ ദേവൻ നയിക്കുന്ന ഒരു ക്ലാസ് ആണ്. ഇന്നത്തെ വിഷയം ഹോമിയോപ്പതി രംഗം നേരിടുന്ന വെല്ലുവിളികളും പ്രതീക്ഷകളും എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ചർച്ച. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. എല്ലാവർക്കും അറിയാം, നമ്മള് പൊതുജനാരോഗ്യ ബില്ല് എല്ലാം ഏകദേശം നടപ്പിലായി വരുന്ന ഘട്ടത്തിലാണ്. അതിലെന്തൊക്കെയാണ് നമ്മുടെ വെല്ലുവിളികൾ, നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷകൾ വെക്കണമോ, എന്തെങ്കിലും പ്രതീക്ഷകൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ദേവൻ ഡോക്ടർ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ ചർച്ചയിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദൂരീകരിക്കുക. എന്തായാലും ദേവൻ ഡോക്ടർക്ക് ഈ പൊതുജനാരോഗ്യ ബില്ല് കാര്യമായി മനസ്സിലാക്കുകയും അതിലെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടി അത്യധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഡോക്ടറാണ്. നമുക്ക് ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കും. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. കോഹോസ്റ്റ് ആക്കിയിട്ടില്ലല്ലേ? ഇപ്പൊ ചെയ്യാമേ. ഓക്കെ, ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ശരി. നമസ്കാരം. നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ഷാജി കുട്ടിയാർ ഡോക്ടറെ അമ്മ മരിച്ചിരിക്കുകയാണ്. അതെ, നമ്മളെ ഈ ഫോറത്തിന്റെ വകയായിട്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ വകയായിട്ട് ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ചർച്ചയിലേക്ക് കടക്കാം എന്ന് ഞാൻ കരുതുന്നു. നമസ്കാരം. പൊതുജനാരോഗ്യ ഹോമിയോപ്പതി നേരിടുന്ന വെല്ലുവിളികൾ. ഇപ്പൊ ഇന്നലെ രാത്രി 11 മണിക്ക് ഡോക്ടർ ധനേഷ് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കാം, ഇന്നത്തേക്ക് ആളായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഹോമിയോപ്പതി ചികിത്സ നേരിടുന്ന വെല്ലുവിളികൾ പ്രതീക്ഷകളും. നമ്മൾ നെഗറ്റീവ് മാത്രമല്ലല്ലോ, പോസിറ്റീവ്. നമുക്ക് എന്തായാലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിന്റെ പോസിറ്റീവ് ഉണ്ടാകും. അപ്പൊ അത് അങ്ങനെ ഒരു വിഷയം ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം വെച്ചുകൊണ്ട് ഒരു ചർച്ച നമ്മൾക്ക് ചർച്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊതുജനാരോഗ്യ ബില്ലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഈ പ്ലാറ്റ്ഫോമിൽ നടന്നു കഴിഞ്ഞു. ഒരുപാട് ദിവസം നീണ്ടു നിന്ന ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഒരുപാട് ദിവസം ഇതിന്റെ പിന്നിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കാനും സ്വയം പഠിക്കാനും ഒക്കെ ഞങ്ങൾ കുറെ പേര് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിലവില് ഇപ്പോൾ ഈ ഹോമിയോപ്പതി സിസ്റ്റം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മളുടെ കൂട്ടത്തിൽ നിന്നാണെന്ന് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. അങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്നുള്ളതാണ്. കാരണം നമ്മൾ IAPHന്റെ നേതൃത്വത്തിൽ ആദ്യം പഴയ ഡയറക്ടറെ ഇത് ബില്ലായിരുന്നപ്പോൾ 2021 പബ്ലിക് ഹെൽത്ത് ബിൽ 2021 എന്നായിരുന്നല്ലോ അതിന്റെ പേര്. അപ്പൊ ആ 2020 ആ ബില്ല് ആയിരുന്നപ്പോ നമ്മളെ ഡയറക്ടറെ പോയി കണ്ടപ്പോൾ അവർ ഇങ്ങനെ സംഭവത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ദയനീയമായ വസ്തുത. അന്നിരുന്ന ഡയറക്ടർ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ബില്ല് വന്നോ എന്നുള്ളത് അവരപ്പോഴാണ് അറിയാം. IAPH എന്റെ നേതൃത്വത്തിൽ അവരെ പോയി കാണുകയും ഇപ്പൊ കണ്ടപ്പോൾ അവരപ്പോഴാണ് ഇങ്ങനെ ഒരു ബില്ലുണ്ടെന്നുള്ളത് തന്നെ അറിയും. അതാണ് ഹോമിയോപ്പതി രംഗത്തുള്ളവരുടെ ഈ കാര്യത്തിലുള്ള ഒരു പ്രതികരണ രീതി. പ്രതികരണം മാത്രമല്ല, അതിലുള്ള ഇടപെടലും അങ്ങനെ തന്നെയാണ്. ഇടപെടലല്ലേ പ്രതികരണം ഉണ്ടാവണം. ഇടപെടുന്നില്ല, അവർ കാര്യങ്ങൾ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്തായാലും
നിരന്തര ശ്രമങ്ങൾ കൊണ്ട് അവരെ അത്തരം ഒരു ഈ ഇതൊരു ചർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിനുശേഷം ഈ അന്നത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ബില്ലുമായി ഇന്നത്തെ ഇതുമായിട്ട് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് അതിഭീകരമായിരുന്നു. ആ അതിഭീകരമായ ബില്ലിനെ കുറിച്ച് ഒന്നും അറിയാത്ത അവസ്ഥയായിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ കോളേജുകളും. ഏകദേശം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഒട്ടും തന്നെ അറിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ അതിനുശേഷം വിവിധ ചർച്ചകളും വിവിധ ഫോറത്തിലൂടെ സർക്കാർ തന്നെ ഒരു 33 ചോദ്യാവലി ഇറക്കി. ആ 33 ചോദ്യാവലിക്കും ഞാൻ മറുപടി കൊടുത്തിരുന്നു. കാരണം അന്ന് ഒരു ആയുഷാരോഗ്യ സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടാക്കി അതിന്റെ നേതൃത്വം നൽകിയിരുന്ന ഡോക്ടറെ പെട്ടെന്ന് അതിൽ നിന്ന് ചില കാരണങ്ങളെ മാറി നിന്നപ്പോൾ എന്റെ ഭാരം എന്നിലേക്ക് വരികയും പിന്നെ ഞാൻ 33 ചോദ്യത്തിനും ഞാൻ മറുപടി തയ്യാറാക്കി അയച്ചിരുന്നു. അതിൽ നമ്മൾ മറുപടി തയ്യാറാക്കി അയച്ച കുറെ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ അന്നത്തെ ബില്ലിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അടിസ്ഥാനപരമായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം എന്ന നിലയ്ക്ക് ഹോമിയോപ്പതിയുടെ സാധ്യതകള് വേണ്ടത്ര വിനിയോഗിക്കാൻ മാത്രമല്ല, ഹോമിയോപ്പതിയുടെ സാധ്യതകളെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ ബില്ലിലെ പല വകുപ്പുകളും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ പ്രധാനമായിട്ടും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത് കൂടാതെ നമ്മുടെ 30ാമത്തെ ആക്ടിൽ പറയുന്നത് നമ്മൾ ചികിത്സാ വിവരങ്ങൾ കൂടി സമർപ്പിക്കണമെന്നാണ്. ഈ ചികിത്സാ വിവരങ്ങൾ സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ച ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിനെന്താ കൊടുക്കുന്നതിന്? രോഗിയുടെ പേര് കൊടുക്കണം, രോഗത്തിന്റെ കൊടുക്കണം, അതുകൂടാതെ ചികിത്സയുടെ വിവരവും കൊടുക്കണം. ചികിത്സയുടെ വിവരം കൊടുക്കുക എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സമ്പ്രദായത്തിൽ വേറെ എങ്ങും കാണാത്തൊരു സംവിധാനമാണ്. കാരണം ഇപ്പോൾ ഇന്റർഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം എന്നും പറഞ്ഞാൽ കോട്ടയം DMO ഇറക്കിയിരിക്കുന്ന പോസ്റ്റില് ഒരു പ്രയോഗമുണ്ട്. ആ ഇന്റർഗ്രേറ്റഡ് എന്ന പദം കണ്ടപ്പോൾ അങ്ങോട്ട് ഭ്രമിച്ച് വച്ചായി ഇത് എല്ലാവരെയും കൂടി സംയോജിപ്പിക്കുകയാണ്, ഇത് എല്ലാവർക്കും കൂടി ഉള്ളതാണ് എന്നുള്ള രീതിയിലുള്ള ചില പോസ്റ്റുകളും. ഈ ഒരു സംഭവം ഇവിടെ കിടക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ആശങ്കകളൊക്കെ തെറ്റാണെന്നും പറഞ്ഞ ചില ബുദ്ധിജീവികൾ ഇതെന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാതെ അവര് പ്രതികരിക്കുന്നു. എന്തായാലും ഇന്ന് ഞാൻ 2 തവണ ഡൽഹിയിലേക്ക് ഇതിന്റെ ഡയറക്ടറെ വിളിച്ച് ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ കോട്ടയം DMO വിളിച്ച് ഇതിന്റെ നെറ്റിൽ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇത് കൂടാതെ ഇന്റർഗ്രേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോമിയോപ്പതിയെ എന്നുള്ളതല്ല. ഇന്റർഗ്രേറ്റഡ് എന്ന് വെച്ചാൽ ലാബും മോഡേൺ മെഡിസിൻ എന്നും അവർ പറയുന്ന, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിലുള്ള തന്നെ ലാബുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഈ പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് അതും സർക്കാർ മേഖലയിലുള്ള ലാബുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എല്ലാ ദിവസവും തന്നെ, ആഴ്ചയിൽ എന്ന് പറയുന്നെങ്കിലും എല്ലാ ദിവസവും തന്നെ കളക്ട് ചെയ്യാമെങ്കിൽ ചെയ്യുക. എന്തായാലും മിനിമം ഒരാഴ്ചക്കുള്ളിൽ അത് കളക്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കണം. അതിന്റെ ഫോർമാറ്റ് ഒക്കെയാണ്. ഒരു സസ്പെക്ടഡ് കേസിലുള്ള ഫോർമാറ്റ്, പ്രിസംപ്റ്റീവ് കേസിലുള്ള ഫോർമാറ്റ്, ലാബോറട്ടറി, ഇങ്ങനെ 3 ഫോർമാറ്റ് അതിന്റെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് 3ഉം നെറ്റിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിൽ വെച്ചിരിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഒക്കെ അറിയിച്ചാലും മതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അക്യൂട്ട് ഡിസീസ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആർക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആക്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 24 അവേഴ്സിനുള്ളിൽ അറിയിക്കണം. അപ്പൊ ഇത് ആരെ കൊടുക്കാനാണിത്? ആക്ച്വലി ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മളെ ഈ IDSP, ഇന്റർഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ഡാറ്റാസ് അതിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ ഹോമിയോപ്പതിക്ക് അംഗീകാരം കിട്ടുമെന്നാണ് ഈ ബുദ്ധിജീവികൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും നമുക്കൊരു ഡാറ്റ ഇല്ലാത്തതായിരുന്നു പ്രശ്നം എന്നാണ് അവരുടെ കണ്ടെത്തൽ. അപ്പൊ ഒരു ഡാറ്റ വരാൻ പോകുന്നു. ഈ IDSP എന്ന് ഇട്ടത് ഒരു പൊതിയ തേങ്ങയാണ്. ഈ പൊതിയ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇത്തരം ബുദ്ധിജീവികൾ അതേ കയറി കടിച്ചോളും. ആരാണ് പുതിയ തേങ്ങ കടിക്കണേന്ന് ഞാൻ പറയുന്നില്ല, അത് മോശമല്ല. എന്തായാലും പുതിയ തേങ്ങ കടിച്ചോളും എന്ന് മനസ്സിലാക്കി അവര് തന്ത്രപൂർവ്വം ഇട്ടതാണ്. ഇത് നമ്മൾ ആയുഷ് വകുപ്പിനെ ഇതുവരെ ഇതിലൊരു റോളില്ല. അപ്പൊ ഞാനിത് വിളിച്ച് ചോദിക്കുകയും ചെയ്തു. ആയുഷ് വകുപ്പിൽ നിലവിൽ ഇതുവരെ ഇതിന് റോളില്ല. കാരണം ഇത് ഉദ്ദേശിക്കുന്നത് അലോപ്പതി വിഭാഗത്തിലെ അവരുടെ റിപ്പോർട്ടുകൾ കുറച്ചുകൂടിയൊക്കെ കാര്യക്ഷമമാക്കുകയും ഈ പകർച്ചവ്യാധി പടരുമ്പോൾ അത്തരം കാര്യങ്ങൾ നേരിടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെയാണ് അതിന്റെ ലക്ഷ്യം.
2004 ലോകബാങ്കിന്റെ സഹായത്തോടു കൂടി തുടങ്ങിയതാണ് ഇത്. ലോകബാങ്കിന്റെ സഹായത്തോടു കൂടി തുടങ്ങി എന്ന് പറയുമ്പോൾ ഗൂഢാലോചന സിദ്ധാന്തം കൊണ്ടുവന്നെന്ന് ആരും പറഞ്ഞേക്കരുത്. ലോകബാങ്കൊക്കെ വളരെ മഹത്തരമാണ്. ഹോമിയോപ്പതിയെ വളർത്താൻ വേണ്ടി നിൽക്കുകയാണല്ലോ ലോകബാങ്ക്. അതിൽ ഇപ്പോൾ അങ്ങനെ ഇതുണ്ടല്ലോ, കോൺസ്പിറൻസി തിയറി എന്നാണ് ഇപ്പോൾ ഒരു പുതിയ വാക്കാണ്. നമ്മൾക്ക് എതിരായ ഒരു സാധനം വരുമ്പോൾ ഇതിന് പിന്നിൽ മരുന്ന് കമ്പനികളുടെയൊക്കെ ഗൂഢാലോചനകൾ ഉണ്ടെന്ന് സംശയിച്ചാൽ ഉടനെ ഒരു തിയറി ഉണ്ടാക്കി ഉടനെ നമ്മൾ ഒരു കള്ളിയിലേക്ക് അങ്ങോട്ട് ആക്കും. പിന്നെ നമുക്ക് അവിടുന്ന് അവർ അതിനകത്ത് ഇട്ട് നമ്മളെ പൂട്ടിയൊക്കെയാണ്. അത് കോൺസ്പിറൻസി തിയറിയാണ്. എന്തായാലും ലോകബാങ്കിന്റെ സഹായത്തോടു കൂടിയാണ് ഈ സാധനം വന്നത്. ഇപ്പോൾ അതായത് 630 കോടി രൂപ ഇതിനായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് അങ്ങനെയും ടെസ്റ്റ് ചെയ്ത്, കാരണം ഈ ഇതിനെയൊക്കെ ന്യായീകരിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വരുന്നവർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ എന്ന് നമ്മൾ അറിയണമല്ലോ. അതിനുവേണ്ടി ഞാനൊന്ന് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കയറി നെറ്റിൽ കയറി നോക്കിയപ്പോൾ MBBS ഹോസ്പിറ്റൽ മാനേജ്മെന്റും പഠിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. ആയുഷൊന്നും ആ പരിസരത്ത് വന്നിട്ടില്ല. ഇതൊക്കെ നെറ്റിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ആയുഷ് വന്നിട്ടില്ല. നമ്മൾക്ക് ഈ പരിമിതമായ സമയം കൊണ്ട് ഈ നമ്മുടെ ആൾക്കാർ ഉണ്ടാക്കി വെക്കുന്ന പുകമറ മാറ്റാനായിട്ട് നമ്മൾക്ക് ഇതിനു വേണ്ടി ഒരുപാട് സെർച്ച് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു ഗതികേടാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരല്ലെങ്കിൽ പറഞ്ഞു പരത്തുക. ഈ ഒരു ഗ്രൂപ്പിലെ വലിയ ഇതാണ് IDSP വന്നത് കൊണ്ട് നമ്മൾക്ക് ഇനി നമ്മുടെ ഡാറ്റയൊക്കെ അംഗീകൃത ഇത്രയും നാളും ഉള്ള അവസ്ഥയല്ല ഹോമിയോപ്പതിക്ക്. ഇതോടുകൂടി ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞുകൂടി ഡാറ്റ കൊടുക്കാത്തതാണോ പ്രശ്നം? ഡാറ്റ സെൻട്രൽ CCRHന്റെ ഇത് ഡൽഹിയിൽ നടന്ന പഠനത്തില് 11,000 പേർക്ക് കൊടുത്തതില് 98% ഉണ്ട്. അത് ഹോമിയോപ്പതിക് HIയും NIയും നോൺ ഹോമിയോപ്പതിക് ഇൻവേസീവും ഹോമിയോപ്പതിക് ഇൻവേസീവ് ആയിട്ട് ആൾക്കാരെ തിരിക്കുകയും 6,500ഓളം പേർക്ക്, കറക്റ്റ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല, 6,500 ചില്ലാനം പേർക്ക് ഹോമിയോപ്പതിക് ഇൻവേസീവ് ആയിട്ടുള്ള അങ്ങനെ ആ രീതിയിൽ ഹോമിയോപ്പതിക് നമ്മുടെ ആൾസാൽപ്പ് ഇത് കൊടുക്കുകയും അത് കണ്ടെയ്ൻമെന്റ് ഏരിയയിലാണ് കൊടുത്തത്. കണ്ടെയ്ൻമെന്റ് ആക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നതുകൊണ്ടാണ്. ഡൽഹി പോലുള്ള സ്ഥലത്തൊക്കെ കണ്ടെയ്ൻമെന്റ് ആക്കാം. അപ്പൊ അങ്ങനെ കൊടുത്ത് അതിന്റെ റിപ്പോർട്ട് നമ്മൾ സമർപ്പിച്ചു. ഈ സമർപ്പിച്ചപ്പോ 98% ഉണ്ട്. സമർപ്പിച്ചപ്പോൾ അതോടൊപ്പം USA നടന്നൊരു പഠനം കൂടി. ഈ USA പഠനം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നെറ്റ് മുഴുവൻ സെർച്ച് ചെയ്തിട്ട് ആ സാധനം കിട്ടാനില്ല. അപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമ്മളെ തകർക്കാൻ പെട്ടെന്ന് കഴിയും. നമ്മൾ 98 കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തൊരു പഠനം നടത്തിയിട്ട് പറയാണ് ആൾസാൽബിന് ഒരു ഫലവും കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അവസാനം ചോദ്യത്തിന് മറുപടി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല, ഇനിയും കുറെ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡിയൊക്കെ നടത്തണം എന്നാണ്. RCT, സോറി, ഡബിൾ ബ്ലൈൻഡ് അല്ല, RCT, റാൻഡമൈസ് കൺട്രോൾ ട്രയൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറെ ജാർഗണുകൾ, അതായത് കുറെ പദപ്രയോഗങ്ങൾ ഇങ്ങനെ വാരി വിതറി കഴിയുമ്പോൾ അതിന്റെ പിന്നാലെ കുറെ പേരങ്ങ് നടക്കും. യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി ഇങ്ങനെയാണോ? നമ്മൾക്കിപ്പോ ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് മാർക്ക് ട്വെയിൻ്റെ ഒരു വാചകം തന്നെയുണ്ട്. അതൊരു എന്തുവാ വളരെ ആസൂത്രിതമായ ഒരു കള്ളമാണെന്നത്. കാരണം നമുക്ക് എന്ത് കള്ളം വേണമെങ്കിലും അതിലുണ്ടാക്കിയെടുക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ കേരളത്തിലെ ദേവാലയങ്ങൾ, ഇപ്പൊ ഹിന്ദു ദേവാലയങ്ങളുടെ വരുമാനത്തെ കുറിച്ച് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തയ്യാറാക്കുക. നമ്മുടെ തയ്യാറാക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അതിൽ ഒരു 10, 200, 250, 300 ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഇതിനെല്ലാം എടുത്തിട്ട് അത് മൊത്തം വാർഷിക വരുമാനം തയ്യാറാക്കുമ്പോൾ ശബരിമലയും ഗുരുവായൂരും കൂടി വന്നു കഴിയുമ്പോൾ ഇത് ആളോഹരി വരുമ്പോൾ എല്ലാ അമ്പലങ്ങൾക്കും ലക്ഷത്തിനടുത്തുള്ള വരുമാനം ഉണ്ടാവും. ചിലപ്പോൾ ഒരു ചെറിയ അമ്പലത്തിൽ കിട്ടുന്നത് വെറും 1000 രൂപയോ വല്ലതായിരിക്കും. പക്ഷെ ഈ വൻ കോടികൾ വരുന്ന ശബരിമലയും കൂടി ഈ ലിസ്റ്റിലൊക്കെ വന്ന് കയറുമ്പോൾ ഇതിനെ ടോട്ടൽ ചെയ്തിട്ട് നമ്പർ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കാക്കണം. അങ്ങനെ കണക്കാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇത് യഥാർത്ഥത്തിൽ ഇതാണോ സത്യം? നമുക്കറിയാം പല അമ്പലങ്ങളിലും വരുമാനമില്ലാത്ത അമ്പലങ്ങളുണ്ട്, എന്നാൽ നല്ല വലിയ വരുമാനമുള്ള അമ്പലങ്ങളുണ്ട്. ഇങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്തത് കൊണ്ടല്ല ഹോമിയോപ്പതി പിന്നോട്ട് പോയത്. അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവർ വയ്ക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല നമ്മൾക്ക് വേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഹോമിയോപ്പതി എന്ന് അറിഞ്ഞിരിക്കണം. അതറിയാത്തതിന്റെ അതിന്റെ ഹോമിയോപ്പതിയുടെ സത്ത എന്താന്ന് മനസ്സിലാക്കാതെ ഇതിനെ റിഡക്ഷനിസ്റ്റ് സയൻസ് വെച്ചുകൊണ്ട് ഇതിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നതാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ. റിഡക്ഷനിസ്റ്റ് സയൻസ് ഇവിടെ നമ്മുടെ ഹോമിയോപ്പതിയിൽ
ആപ്ലിക്കബിൾ അല്ല. ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഘടകങ്ങളായിട്ട് വേർതിരിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ അവസ്ഥയല്ല സാകല്യത്തിന്, അതായത് യോജിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഘടകങ്ങളായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവര് പറയുന്ന രീതിക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഇഡിയോപ്പതിക് അല്ലേ, അപ്പൊ അത് സയന്റിഫിക് ആണ്. ഇഡിയോപ്പതിക് അതായത് എക്സാക്ട് കോസിലേക്ക് പോയ ഇഡിയോപ്പതിക്കാണ്. ഇഡിയോപ്പതിക് ആയിട്ടുള്ള രോഗത്തെ എന്തടിസ്ഥാനത്തിലാണ് ചികിത്സിക്കണം? കാരണം അറിയാത്തൊരു രോഗത്തെ ഇവരെല്ലാം കാരണം പറഞ്ഞിട്ടാണ് ചികിത്സിക്കണം അല്ല. പക്ഷെ നമ്മള് വൈറ്റൽ ഫോഴ്സിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതിൽ മോളിക്കുലാർ ചേഞ്ചസ് നമ്മൾ തള്ളിക്കളയുന്നില്ല. മോളിക്കുലാർ ചേഞ്ചസ് ഒക്കെ ഒരു പരിധി വരെയല്ലേ കണ്ടെത്താനാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സയൻസ് വെക്കുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നമ്മുടെ കുട്ടികൾക്കും അറിയില്ല. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, നമ്മളെ ഇവരെ പഠിപ്പിക്കുന്നവർക്കും അത് കറക്റ്റായിട്ട് പിള്ളേരിലേക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണില്ല. അവർക്ക് അറിയാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയണില്ല, അവർക്ക് അറിയാമായിരിക്കാം, പക്ഷെ അത് കൺവേ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇതിനെ അലോപ്പതി മെത്തേഡിൽ ഇതിനെ വിശകലനം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ ആക്ടിന്റെയും പ്രശ്നം അത് തന്നെയാണ്. ഇതിനെ അലോപ്പതിയുടെ ഒരു ഇത് വെച്ചിട്ട് എന്ന് വെച്ചാൽ എന്താ പറയണ വാക്ക്, മോഡസപ്രാൻഡി നമ്മുടെ വാക്കാണ്, അതല്ലല്ലോ പൊതുവായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്തെങ്കിലും. എന്തായാലും അവരുടെ ആ കള്ളിയിൽ വെച്ചുകൊണ്ട് ഇതിനെ അളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റുന്ന കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സയൻസിന്റെ സാധ്യതകൾ മങ്ങിപ്പെട്ടു. അപ്പൊ ഈ നമ്മുടെ ചികിത്സാ വിവരങ്ങൾ അറിയിക്കണം എന്നുള്ള അത് തന്നെ നിങ്ങളത് 30ാമത്തെ വകുപ്പ് എടുത്ത് അതിന്റെ രണ്ടാമത്തേല് അതിന്റെ 2ാമത്തെ വകുപ്പില് 30ാമത്തെ വകുപ്പിൽ 1 വേറെ സബ് ഇതുണ്ട്. ഇത് കൂടാതെ 2ാമത്തെ ഇതില് അതിന്റെ സബ് ക്ലോസിൽ ഇത് നിങ്ങൾക്ക് വായിച്ച ചികിത്സാ വിവരങ്ങൾ കൂടി, ഞാൻ അതിന്റെ ഇംഗ്ലീഷ് നോക്കി, ഇനിയിപ്പോ ട്രാൻസ്ലേഷന്റെ കുഴപ്പമാണോ എന്ന് അറിയാൻ വേണ്ടി അതുകൂടി നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ നോക്കിയപ്പം ചികിത്സാ വിവരങ്ങൾ, ട്രീറ്റ്മെന്റിന്റെ വിവരങ്ങൾ കൂടി അറിയിക്കണം. ട്രീറ്റ്മെന്റിന്റെ വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുത്ത ബെൽഡോണയോ അതല്ലെങ്കിൽ റസ്റ്റോക്സോ അതല്ലെങ്കിൽ കോഡോഫൈലോ ഇത് ഇവർക്ക് കിട്ടിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാനാണ്? ഇത് കിട്ടിയിട്ട് ഇത് നമ്മുടെ DMOക്ക് കിട്ടിയാൽ നമുക്ക് അത് മനസ്സിലാക്കാം, അതിനെ കൂടുതൽ അനലൈസ് ചെയ്യാനോ കൂടുതൽ പഠനങ്ങൾ നടത്താനോ പറ്റും. ഇവർക്ക് ഇത് കൊടുത്തിട്ട് എന്തിനാ? ഇത് ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളതിന് നമ്മൾ ബില്ല് വായിച്ച ഏത് മരപ്പൊട്ടനും മനസ്സിലാകും ഇത് കൊടുക്കേണ്ടത് ആർക്കാണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വിവരങ്ങൾ സമർപ്പിക്കേണ്ടത് PH ഓഫീസർക്ക്. അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വിവരാവകാശം വഴി ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആദ്യം തന്ന മറുപടി, ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടി തന്ന മറുപടി എന്ന് പറയുന്നത്, വിവരാവകാശം ഇതൊക്കെ രേഖകളാണ്. തന്ന മറുപടി എന്ന് പറയുന്നത് ഇത് ആർക്കെങ്കിലും കൊടുത്താൽ മതി, നമ്മുടെ ഇതിന് കൊടുത്താൽ മതി എന്നത്. പിന്നെ അത് തിരുത്തി അവർ തന്നു. പിന്നെ അത് കഴിഞ്ഞാൽ കൂടുതൽ കുറച്ച് ആലോചിച്ചപ്പോൾ നമ്മൾ തന്നെ ക്ലാസ്സുകളിലൂടെ ഇവിടെ തന്നെ ക്ലാസ് ഞാൻ പറഞ്ഞു 4 സ്ഥലത്താണ് പറയുന്നത്. ഈ ഒരു കാര്യം 4 സ്ഥലത്ത് ആവർത്തിച്ചിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കാണ് ഇത് കൊടുക്കേണ്ടതെന്ന് 4 സ്ഥലത്ത് ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പൊ അത് പിന്നീട് തന്നതിൽ തിരുത്തി. ഇത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് എന്താണ് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം ഇതിനെ നമ്മളെ ഈ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്തൊരു കാര്യം പറയുകയാണ് വേണ്ടത്. അങ്ങനെയല്ല, അത് കൊടുക്കേണ്ടത് അവർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബില്ലിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ലേ. ഇത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഒന്നും അല്ല ബില്ല് കൊണ്ടുവന്നു, നമുക്കറിയാം അവരൊന്നും അല്ല ബില്ല് കൊണ്ടുവന്നു. അപ്പൊ ആക്ട് കൊണ്ടുവന്നു. ഈ ആക്ട് കൊണ്ടുവന്നത് ആരാണ് നമുക്കറിയാം. അപ്പോ ഇവരെന്തിനാണ് ഇതിന് വെള്ളപൂശാൻ നടക്കുന്നത്? എന്തിനാണ്? ഇവർക്ക് പറയാമല്ലോ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ പലതവണ ഇത് കൊടുക്കുകയും ഞാൻ അവിടുത്തെ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാനിത് പരാതിയായിട്ട് കൊടുത്താൽ നിങ്ങൾ കുടുങ്ങും. കാരണം തെറ്റായ ഉത്തരം തരിക എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമപ്രകാരം വലിയ ഗുരുതരമായ കുറ്റമാണ്. പക്ഷെ നമ്മൾക്ക് ആരെയും കൊടുക്കാനൊന്നും ഉദ്ദേശമില്ല. ഇത് വേണമെങ്കിൽ ഇത് കൊടുക്കാം, പക്ഷെ നമ്മൾ അപ്പോഴും വളരെ മര്യാദയ്ക്കും വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മുടെ ഭാഗമാണെന്ന് തന്നെ കരുതിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവര് തിരിച്ചിങ്ങോട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇങ്ങനെ തെറ്റായ ഉത്തരങ്ങൾ തരിക. തെറ്റായ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഘൂകരിക്കാൻ ഇപ്പൊ വീണ്ടും ഇപ്പൊ കോട്ടയം DMO എഴുതിയിരിക്കുന്നതിൽ കൃത്യമായിട്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറയുന്ന പകരം CHC PHC അതിന്റെ നമ്പരും ഇതുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് CHC PHC എന്താണെന്ന് നമുക്കറിയാം. CHC PHC എന്തായാലും
പിന്നെ ആയുർവേദത്തിന്റെ അല്ല, ഹോമിയോപ്പതിയുടെ അല്ല. മാത്രമല്ല അതിന്റെ അഡ്രസ്സ് നോക്കിയാൽ അറിയാം അത് ഹോമിയോപ്പതിയുടെ ആണോ. ഏതാണ്ട് 80 സ്ഥലത്തെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. 80 സ്ഥലത്തെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വ്യക്തമായിട്ടും ഇത് തിരിച്ചറിയാത്ത, ഇത് കോളേജ് അധ്യാപകരും തിരിച്ചറിയുന്നില്ല, വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്നില്ല, ഹോമിയോപ്പതി രംഗത്തുള്ള ഭൂരിപക്ഷം ഡോക്ടർമാരും തിരിച്ചറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പിൽ 800 ആളുണ്ട്. പക്ഷെ അതിൽ സജീവമായിട്ട് പ്രതികരിക്കുന്നവർ കുറെ പേര് അതിബുദ്ധിമാന്മാരാണ്. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കരുത്. എന്തായാലും ഇവര് കുറച്ച് ഓടി, ഇവര് കിട്ടുമ്പോ എല്ലാവർക്കും കിട്ടും, ഞങ്ങൾ അനങ്ങാതിരിക്കാം എന്ന നിലപാടാണ് ഒരു നല്ലൊരു വിഭാഗം എടുത്തിരിക്കുന്നത്. ഇവരെന്തായാലും ഓടിക്കോളും, ഞങ്ങൾ ഇതെന്തോ നേർച്ച നേർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇതിങ്ങനെ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി തിരുവനന്തപുരത്ത് പോവുകയും മറ്റാൾക്കാരെ കാണാൻ പോവുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ വിഷമം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്തോ എന്നുള്ള രീതിയിൽ അനങ്ങാതിരിക്കുകയാണ് ഗ്രൂപ്പിൽ നല്ലൊരു വിഭാഗം. ഇത് ഇത്തരം സമീപനത്തിന്റെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഞാൻ ഗ്രൂപ്പിൽ എഴുതിയ കാര്യം, ഇതൊരു ടീം, അതായത് ഇതൊരു അത്ലറ്റിക്സ് പോലെ ഒരാളുടെ ഒരൊറ്റ വ്യക്തിഗതമായ മത്സരമല്ല. ഒരു വ്യക്തിയുടെ കഴിവ്, ഇപ്പൊ 100 മീറ്റർ ഓട്ടം ഒരാൾ ഓടി ജയിക്കാൻ പറ്റും. പക്ഷെ ഒരു വടംവലിയിൽ ഒരാൾ മാറി നിന്ന, ഫുട്ബോളിൽ ഒരാൾ മാറി നിന്ന, ക്രിക്കറ്റിൽ ഒരാൾ മാറി നിന്ന കളി തോന്നും. അപ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ, എല്ലാ സംഘടനയും കൂടി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത് ജയിക്കാമായിരുന്നു. ഈ കാര്യം ജയിക്കാൻ കഴിഞ്ഞതിന് ഇനിയും സാധ്യതകളുണ്ട്. കാരണം അതും ആക്ട് വിശദമായി പഠിച്ചത് കൊണ്ട് നമ്മൾക്ക് മനസ്സിലായത് ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ അതിന്റെ കുറ്റമായിട്ട് ചൂണ്ടിക്കാട്ടിയ ഇത് തന്നെ, അതായത് ഒരു വിദഗ്ധ സമിതി നിർവചിക്കപ്പെട്ടിട്ടില്ല. നിർവചിക്കപ്പെടാതിരുന്നത് അവർ കാണിച്ച അതിബുദ്ധിയാണ്. എന്താണ് അവരുടെ ബുദ്ധി? നിർവചിച്ചു കഴിഞ്ഞാൽ നാളെ ഇത് അലോപ്പതിക്കാർ മാത്രമാണ് എന്ന് നിർവചിച്ചു കഴിഞ്ഞാൽ, പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആരാന്ന് നിർവചിച്ചിട്ടുണ്ട്, ഡെഫിനിഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കെട്ടിടം എന്ന് വെച്ചാൽ എന്താണെന്ന് ഡെഫിനിഷൻ ഉണ്ട്, ഓവുചാലൊക്കെ അതിനൊക്കെ ഡെഫിനിഷൻ ഉണ്ട്. പക്ഷെ ഈ വളരെ പ്രസക്തമായ ചികിത്സ തീരുമാനിക്കുന്ന, ഞാൻ പറയുന്നത് ആൾക്കാർ ഇതിൽ ഇപ്പോഴും ശരിക്കും വായിക്കാത്തവരുള്ളത് കൊണ്ട് പറയാണ്, പൊതുജനാരോഗ്യ സമിതിയുടെ കാര്യമല്ല ഞാൻ പറയണം. ഇതിനകത്തൊരു എക്സ്പെർട്ട് കമ്മിറ്റി 7ാമത്തെ വകുപ്പിൽ 8ാമത്തെ ഉപവകുപ്പിൽ കിടക്കണ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്. ഇപ്പൊ ഈ ബില്ല് കാണാതെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ എവിടെ കിടക്കണം എന്ന് പോലും അറിയാം. ഇത് ഇങ്ങനെയൊക്കെ കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയേനെ എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറ്. അതെന്തെങ്കിലും ആകട്ടെ, എന്തായാലും ഇതിൽ 7-8 കിടക്കുന്ന എക്സ്പെർട്ട് സമിതി, അതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ പൊതുജനാരോഗ്യ സമിതി അല്ല. ചിലർ പറയുന്നുണ്ട് പൊതുജനാരോഗ്യ സമിതിയിൽ ഒരു അംഗം കിട്ടി അത് വലിയൊരു കാര്യമാണ് എന്ന് പറയുന്നത്. ഈ ഒരംഗം കിട്ടിയാൽ ആ അംഗത്തിന് എന്താണ് മാൻഡേറ്ററി ആയിട്ട് ആ അംഗത്തിന് എന്തെങ്കിലും അധികാരമുണ്ട്? പൊതുജനാരോഗ്യ സമിതിയുടെ ചുമതലകളും കടമകളും കൃത്യമായിട്ട് പറയുന്നു. പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ ചുമതലകളും കടമകളും കൃത്യമായിട്ട് പറയുന്നു. പബ്ലിക് ഹെൽത്ത് ഓഫീസറെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ പൊതുജനാരോഗ്യ സമിതിക്ക് എവിടെയെങ്കിലും സാധ്യതയുണ്ട്? പിന്നെ പിഴ ശിക്ഷ വിധിക്കുമ്പോൾ പോലും പിഴ ശിക്ഷ തീരുമാനിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ, അതിൽ അപ്പീല് തീരുമാനിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ. ഇത്രയൊക്കെ, അതായത് കേസെടുക്കുന്നത് സാധാരണ പോലീസുകാരാണ്, ശിക്ഷ വിധിക്കുന്നത് കോടതിയാണ്. ഇവിടെ കേസെടുക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും എല്ലാം ഒറ്റയാളാണ്. അതായത് ഇത് ഒരു ശിക്ഷിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ ബില്ല് ആക്ട് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്നാണ് ധരിക്കുന്ന ആൾക്ക് ഇനിയും ഡോക്ടർമാര് ധരിക്കണമെങ്കിൽ നമ്മൾക്ക് ഒന്നും അവരോട് പറയാനില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. അതോടൊപ്പം ഇന്ന് എന്നെ ഒരു ഡോക്ടർ വിളിച്ചിരുന്നു. ഡോക്ടർ വിളിച്ചപ്പോ ഈ ഫ്രഷിന്റെ പ്രസിഡന്റ് എന്ന്, അപ്പൊ ഇത് കാണാവോ, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിച്ചു. ഫ്രഷിന്റെ പ്രസിഡന്റ് എന്ന് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രഷ് എന്ന് വെച്ചാൽ എന്താ ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പൊ അത് ഇതിനകത്തൊരു പ്രസക്തമായതുകൊണ്ട് ഞാൻ അത് പറയാം. ഫ്രഷ് എന്ന് പറയുന്ന ഇത് ഞാൻ എഴുതിയ ആർട്ടിക്കിളാണ്. ഓർഗനോൺ ഒരു നേർക്കാഴ്ച എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതിയത്. ആ ആർട്ടിക്കിൾ അന്ന് ISK ന്യൂസ് പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിക്കുകയും അതിനുശേഷം അത് വേറെ ഹോമിയോ ശാസ്ത്രം പ്രസിദ്ധീകരിച്ച് അതിനുശേഷം അത് വീണ്ടും അടുത്ത് വന്ന ഭരണസമിതി ഇത് ISK ന്യൂസിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറയണം. ഇപ്പോൾ ഏകദേശം 2014 വർഷത്തിന് മുമ്പ് ഞാൻ എഴുതിയ ആർട്ടിക്കിളാണ്. അപ്പൊ അതില് ഞാനൊരു കാര്യം പറയുന്നുണ്ട്.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പൊ നമ്മൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യം, എന്നോട് ഒരു പ്രമുഖ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞു പേഷ്യന്റ് കുറവുണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് കുറഞ്ഞത്? നമ്മൾ എന്തുകൊണ്ടാണ് അത് ചിന്തിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത് കുറഞ്ഞത്? അക്യൂട്ട് ഡിസീസുകൾ നമ്മൾ ഏറ്റെടുക്കാതെ വന്നപ്പോൾ തന്നെയാണ്. അതായത് ഈ കൊറോണ സമയത്ത് നമ്മളെ മാറ്റി നിർത്തിയതിന് ശേഷം, അപ്പൊ നമ്മൾ പറയും ഇപ്പൊ ആശാവണ്ടർമാരുടെ പ്രചാരണം അത് ഇത് എന്നൊക്കെ പറയും. എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ കുറെ ഡോക്ടർമാർ അന്ന് ക്ലിനിക്ക് അടച്ചു. പിന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന, വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന, എന്തിനാ ഡോക്ടറെ റിസ്ക് എടുക്കണേ എന്നും പറഞ്ഞിട്ട് ഒരു ക്ലിനിക്ക് അടച്ചു. ഇത് നമ്മളുടെ ഈ വളർച്ച മാത്രമല്ല, നമ്മുടെ പിന്നോട്ട് പോക്കലും കൂടി നമ്മൾ കണ്ട് വിലയിരുത്തി അത് തടയിട്ടില്ലെങ്കിൽ ഇത് ദോഷം ചെയ്യും. ഇപ്പോ പൊതുവായിട്ട് പ്രാക്ടീസിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചത്? പുതിയ കുട്ടികൾ പിന്നെ കിട്ടുന്ന ക്ലാസ് എന്ന് പറയുന്നത് അവരെ വരുമ്പോഴേ BMW വാങ്ങാം എന്ന് പറഞ്ഞിട്ടാണ്. അതൊരിക്കലും ഹോമിയോപ്പതിയിൽ നടക്കുന്നില്ല. കാരണം ഹോമിയോപ്പതി എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകത തന്നെ എന്തുകൊണ്ടാണ്? പാർശ്വഫലരഹിതം എന്ന് മാത്രമല്ല, ചെലവ് കുറഞ്ഞതും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോ ഞങ്ങളൊക്കെ ഹോമിയോപ്പതി കൊണ്ട് തന്നെ ഹോമിയോപ്പതി കൊണ്ട് ഒരുപാട് പൈസ പൈസ എന്നിട്ട് ഒരുപാട് തരത്തിലുള്ള മെച്ചങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയുന്നില്ല. ഒരുപാട് മെച്ചം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. അങ്ങോട്ട് പ്രാക്ടീസ് തുടങ്ങുമ്പോഴേ അങ്ങോട്ട് ഇത് കിട്ടത്തൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, അതിന്റെ ഒരു തുടർച്ച എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പോലും പിന്നെ തുടർച്ച അതൊക്കെ അത് ഈ UGC സ്കെയിൽ വാങ്ങിക്കുന്ന അധ്യാപകർ അത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. UGC സ്കെയിൽ കിട്ടിയ എന്നാണ്? പണ്ടിതില്ലായിരുന്നു, ഡയറക്റ്റ് പേയ്മെന്റ് പോലും ഇല്ലായിരുന്നു. അന്ന് പിന്നെ അധ്യാപകര് പിന്നെ ബസ്സിനാണ് വന്നോണ്ടിരുന്നത്. ഞാൻ തുറന്നങ്ങ് പറയാം, ബസ്സിനാണ് വന്നത്. ഇപ്പോഴാണ് എല്ലാവർക്കും വലിയ കാറുണ്ട്. കുട്ടികൾ കാണുന്ന ഈ ഇതാണ്. പിന്നെ അവര് MBBS ശ്രമിച്ചിട്ട് കിട്ടാതെ ഇങ്ങോട്ട് വരുമ്പോൾ അവര് ആ തരത്തിലാണ് ഇത് കാണുന്നത്. അപ്പം ഇത് ഒക്കെ ഒരു 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 പ്രശ്നമാണ്. അന്ന് ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അന്ന് ഒരു വിമർശനാത്മകമായിട്ട് ഇതിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സിംഗിൾ മെഡിസിൻ ഇതൊക്കെ എഴുതും. റിസ്ക് കേസുകൾ എടുക്കണ്ട എന്നാണ് ചില ഫണ്ടമെന്റലിസ്റ്റുകളുടെ സുചിന്തിതമായ അഭിപ്രായം. അവ ഇമേജ് നഷ്ടപ്പെടുത്തുക അത്രേ. റിസ്ക് കേസുകൾ എടുക്കാതെ, അക്യൂട്ട് ഡിസീസ് മാനേജ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു ചികിത്സാശാസ്ത്രത്തിന് വളരാനാവുക? ഹോമിയോപ്പതിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ആചാര്യ ഹനുമാന്റെ കാലത്ത് തന്നെ ഹോമിയോപ്പതിക്ക് പൊതുജനാംഗീകാരവും കുതിച്ചുചാട്ടവും ഉണ്ടാകുന്ന അക്യൂട്ട് ഡിസീസുകൾ മാനേജ് ചെയ്തപ്പോഴാണ്. 1810 സ്കാർലറ്റ് എപ്പിഡമിക് ബെലഡോൺ ഉപയോഗിച്ച് എത്ര ഉജ്ജ്വലമായാണ് ഹനുമാൻ മാനേജ് ചെയ്തത്. 1813 ടൈഫസ് എപ്പിഡമിക്കസ് ബ്രയോണിയയും റസ്റ്റോക്സും ഉപയോഗിച്ച് നെപ്പോളിയന്റെ പട്ടാളക്കാരിൽ ഭൂരിഭാഗത്തെയും ഡോക്ടർ ഹനുമാൻ രക്ഷിച്ച കഥ. ഇതൊക്കെ നിങ്ങൾ ഒന്ന് നോക്കണം. എത്ര പേര് വളരെ തുച്ഛമായ ഹോമിയോപ്പതി കഴിക്കാത്തവർ കൂടുതലും മരിച്ചപ്പോൾ ഹോമിയോപ്പതി മരുന്ന് കഴിച്ച ഒരാളാണ് മരിച്ചത്. റസ്റ്റോക്സ് ഉപയോഗിച്ച് ഭൂരിഭാഗം ഹനുമാൻ രക്ഷിച്ച കഥ നാം എങ്ങനെ മറക്കും? 1831 കോളറ എപ്പിഡമിക്സിനെതിരെ ചാമ്പർ, കുപ്രമറ്റ്, വെറാട്രാർബ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ആചാര്യ ഹനുമാൻ നേടിയ വിജയം രോമാഞ്ചജനകമാണ്. വിവിധ ഡിസീസ് മാനേജ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മെഡിസിൻ കൊടുക്കേണ്ടി വരും. ആചാര്യ ഹനുമാന്റെ കാലത്തല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അന്നും കൊടുത്തിട്ടുണ്ട് കാമ്പർ, കുപ്രമറ്റ്, വെറാട്രാർബ്. വേറെ രീതിയിലേക്ക് ഇത് ബാക്കിയുള്ളത് വായിച്ചു കഴിഞ്ഞാൽ ചർച്ച വേറെ രീതിയിലേക്ക് ഹനുമാൻ കൊടുത്ത കാര്യമാണ് ഞാനിപ്പോ വായിച്ചത്. ഇത് ഈ ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സഹ ഡോക്ടർമാർക്ക് പഠന വിശകലനങ്ങൾക്കായി ഡോക്ടർ ഹാനിമാൻ തയ്യാറാക്കിയ ആകെ ലഭ്യമായ ആകെ രണ്ട് കേസുകളെ പാരീസ് കേസ് ഡയറി എന്ന് പറയുന്ന ഹനുമാൻ മരിച്ചതിന് ശേഷം നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നതെന്നല്ലാതെ ഹാനിമാൻ സ്വന്തമായിട്ട് ഇതാ നിങ്ങൾ പഠിച്ചോ എന്ന് പറഞ്ഞ് തന്നത് ആകെ 2 കേസുകളെ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഇതൊക്കെ പറയുമ്പോൾ ഹനുമാൻ അന്ന് പറഞ്ഞിരുന്ന അങ്ങനെ ഞാനൊരു കേസ് എടുത്തത് വെച്ച് നിങ്ങൾ പഠിക്കണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയവും വ്യത്യാസം വരാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എടുക്കണ്ട, ഞാൻ അതിന്റെ ഐഡിയ മാത്രം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷെ നിരന്തരമായ ആവശ്യം മറ്റ് ശിഷ്യന്മാരും സുഹൃത്തുക്കളും ഉന്നയിച്ചപ്പോൾ 2 കേസുകളാണ് അത് അത് കിടക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലെസർ റൈറ്റിംഗിൽ അത് കൃത്യമായിട്ട് കിടപ്പുണ്ട്. അതിൽ ബ്രയോണിയ ഫ്രഷ് ജ്യൂസ് ആണ് ഹനുമാൻ കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ചരിത്രം പിന്നെ നാം ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കണം എന്ന് ഞാൻ പറയുന്നു. എന്തായാലും ഈ പാഠം പഠിക്കുമ്പോൾ ഇത് ഓർഗനോൺ അഫോറിസം കൂടി കോട്ട് ചെയ്തുകൊണ്ടാണ് ഏതൊക്കെ അഫോറിസം ആണെന്നുള്ളത് കോട്ട് ചെയ്ത് അതോടൊപ്പം തന്നെ ലൈഫ് ആൻഡ് ലെറ്റേഴ്സിലെ കാര്യങ്ങളൊക്കെ കൂടി
കോട്ട് ചെയ്തിട്ടാണ് ഈ ആർട്ടിക്കിൾ എഴുതിയത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു ഫ്രഷ് എന്ന് പറയുന്നത് പഠനക്കുറിപ്പ്. അപ്പൊ ഞങ്ങള് ക്ലിനിക്കൽ ടിപ്സ് മാത്രം ആ, പകരുന്ന ഒരു പഠനക്കുറിപ്പായിരുന്നു. അപ്പൊ അത് ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഞാനിപ്പം അത് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പിന്നോട്ട് പോയത് ഇപ്പോൾ അക്യൂട്ട് കേസുകൾ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ക്രോണിക് കേസും മാത്രം മതി എന്നുള്ള, ക്രോണിക് കേസുകൾ വേണം വേണ്ടെന്നല്ല ഞാൻ പറയാം, പക്ഷെ അക്യൂട്ടും നന്നായിട്ട് മാനേജ് ചെയ്യണം. അത് മാനേജ് ഇപ്പം APHന്റെ ക്ലാസ്സുകളിലൊക്കെ അത്തരം ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം അക്യൂട്ട് ഡിസീസുകൾ ഈ നമ്മുടെ കയ്യിൽ നിന്ന്, ഞാനിത് പറയാനുള്ള കാരണം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിത് പറയാനുള്ള കാര്യം, ഈ പകർച്ചവ്യാധികളാണ് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നത്. ആദ്യം തട്ടിയെടുക്കുന്നത്, ഇതിപ്പോ നമ്മൾ അറിയിക്കേണ്ടത് മൊത്തം ഇതാണ്. ഇത് തട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന അപകടം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഇപ്പൊ അദ്ദേഹം ചോദിച്ചത് കൂടി കൊണ്ടാണ് ചോദിച്ചത്. അവിടെ ടിപ്സ് മാത്രമേ ഞങ്ങൾ പറയുള്ളായിരുന്നു. അത് അദ്ദേഹം ചോദിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ കൂടിയും ഇത് ഞാൻ പറയാനുള്ള കാരണം, ഈ പകർച്ചവ്യാധികൾ മാനേജ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഇത്തരം കേസുകൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രോണിക് ഡിസീസ് മാത്രമായിട്ട് ആൾക്കാർ വരും എന്നുള്ള ധാരണ, അതിനെന്താ പറയണ്ട, അതൊക്കെ ഒരു ലതാ മനോഹരൻ ഡോക്ടർ കൈ ഉയർത്തിയിട്ട് ഞാൻ നിർത്തുന്നു. അല്ല, അത് ഒത്തിരി നേരമായി ഡോക്ടറെ. ഡോക്ടർ ഒത്തിരി ഒത്തിരി നേരമായില്ല ലതാ മനോഹരൻ ഡോക്ടറെ ഹാൻഡ് റൈസ് ചെയ്തിട്ട്. ഡോക്ടർ ചോദിച്ചോളും. അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് സെന്റൻസ് പറഞ്ഞു. പക്ഷെ എന്താണ് പ്രതീക്ഷയ്ക്ക് വകയെന്നുള്ളത് വിശദമാക്കിയില്ല. അത് ഈ പറഞ്ഞ ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഡെഫിനിഷൻ കൊടുക്കാത്തത് നല്ല കാര്യമാണ്. ഡെഫിനിഷൻ കൊടുക്കാതിരുന്നത് നമ്മളെ കൂട്ടാനാണെങ്കിലും അത് ഈ ചില അബദ്ധങ്ങൾ നമ്മൾക്ക് ഗുണകരമാകും. ആ ഡെഫിനിഷൻ കൊടുക്കാത്തതുകൊണ്ട് സർക്കാരിന് വേണമെങ്കിൽ അത് ഡിഫൈൻ ചെയ്തു പോയിരുന്നെങ്കിൽ സർക്കാരിന് മാറ്റാൻ പ്രയാസമാണ്. കാരണം ആക്ട് ഭേദഗതി ചെയ്യേണ്ടി വന്നേ. ഒരു ആക്ട് ഭേദഗതി ചെയ്യാന്നൊക്കെ പറയാം. ഭേദഗതി ഈ മധ്യ തിരുവാങ്കാർ ഭായായിട്ട് അവരാണ്. അതുകൊണ്ട് എന്തായാലും ഭേദഗതി ചെയ്യേണ്ടി വന്നേനെ. അങ്ങനെ ഭേദഗതി ചെയ്യണമെങ്കിൽ പിന്നെ അത് നിയമസഭയിൽ അവതരിപ്പിക്കണം. അത് വലിയ നൂലാമാല പിടിച്ച പരിപാടി. ഇപ്പൊ അതൊന്നും വേണ്ട, അല്ലാതെ തന്നെ മാറ്റാൻ കഴിയും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷ തരുന്നതാണ്. നമ്മുടെ ആൾക്കാരൊക്കെ കൂടി ഒരുമിച്ച് ഇതിനൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ആൾക്കാരും ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നൊരു സംഘടന അപ്പൊ അതിന്റെ പ്രമേയത്തിലല്ല, അതിന്റെ മെമ്മോറാണ്ടത്തിലൊക്കെ ആരെങ്കിലും അങ്ങനെ എഴുതി വെക്കും. അല്ല, നോട്ടീസിലൊക്കെ എഴുതി വെക്കും. നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ മെമ്മോറാണ്ടത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം ഇത് വായിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അവരിതെല്ലാ കളിയും കഴിഞ്ഞവരാണ്. അവർക്ക് ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കുമ്പോൾ അവർക്ക് ഇവരെ മനസ്സിലാക്കും. ഇവരെന്ത് ആൾക്കാരാണെന്ന്, ഈ എഴുതി കൊടുത്തവരെന്താണെന്നുള്ളത് അവര് മനസ്സിലാക്കും. അത്രേ ഞാൻ പറയാം. കാരണം രാഷ്ട്രീയക്കാർ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നവരാണ്. നമ്മള് ഇത്തരത്തിലൊക്കെ എഴുതി കൊടുക്കുക, നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക മെമ്മോറാണ്ടത്തിൽ. അല്ലാതെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കൂട്ടത്തില് ഈ പണ്ടത്തെ കഥ പോലെയാണ്, അസൂയക്കാരനും അത്യാഗ്രഹിയും കൂടി. അപ്പം എന്റെ ഒരു കണ്ണ് പോയാലും അവന്റെ രണ്ടും പോണം എന്നും പറഞ്ഞിട്ട് നടക്കുന്നവരാണ് ഹോമിയോപ്പതിയില്. ഇതെന്ന് മാറും എന്നുള്ളത് ഹാനിമന്റെ കാലത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ചരിത്രം കുറെ ഇതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കരുത്. ശത്രുക്കൾ ഒരു വശത്തുനിന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അകത്തും ശത്രുക്കളാണ്. അവര് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും. അങ്ങനെ വേറെയും സാധ്യതകളുണ്ട്. സാധ്യതകൾ എന്ന് പറയുന്നത്, ഈ ആക്ട് ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ നമുക്ക് അനുകൂലമായ രീതിയിൽ ചട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ആക്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഈ പൂർണ്ണമായിട്ടും ഈ ബില്ലിന്റെ കുടുക്കുകൾ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അക്യൂട്ട് ഡിസീസ് നമ്മുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുക. ഇത് ഇന്ന് തുടങ്ങിയൊന്നുമല്ല. നമ്മുടെയൊക്കെ വീടുകൾ വന്ന് സർവേ നടത്തിക്കൊണ്ടുപോയി, നിങ്ങൾ എന്ത് മരുന്നാ കഴിക്കണേന്ന് പലരും വന്ന് സർവേ നടത്തിക്കൊണ്ടുപോയപ്പോൾ തന്നെ ഇതിന്റെ പിന്നിലൊക്കെ ആസൂത്രണം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അവർ നോക്കിയപ്പോൾ ഇവിടെ എത്ര ശതമാനം പേര് ഹോമിയോപ്പതി ആയുർവേദം ഒക്കെ കഴിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. 35 മെഡിക്കൽ കോളേജുകളുണ്ട്. പിന്നെ മറ്റ് സ്റ്റേറ്റിൽ പോയി പഠിക്കുന്നവരുണ്ട്, മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവരുണ്ട്. ഏകദേശം 1 ലക്ഷത്തോളം പേര് ഒരു വർഷം പുറത്തിറങ്ങുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം തൊഴിലില്ലായ്മ അവരുടെ ഇടയ്ക്കുണ്ട്. ഇത് ഞാനൊരു എൻ്റെ ഒരു പേഷ്യന്റ് ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു വലിയ രാഷ്ട്രീയക്കാരനാണ്, ഡോക്ടറെ ഒരു ഗ്രൂപ്പിൽ കിടന്ന് ഒരുത്തം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോമിയോപ്പതി അപഹസിക്കുന്നു, ഡോക്ടർ ഒരു മറുപടി കൊടുക്കുന്നു. അപ്പൊ ഞാൻ ചെന്നപ്പം കുറെ പുതിയ പിള്ളേരാണ്. ഞാൻ എന്തായാലും പ്രൊഫൈലൊക്കെ ഒന്ന് എടുത്ത് നോക്കി, ഇവരൊക്കെ എന്താണെന്ന് നമ്മളൊന്ന് വിമർശിച്ച് തുടങ്ങുമ്പോൾ
അപ്പൊ നോക്കിയപ്പോ ഒക്കെ പാസ്സായി ഇറങ്ങിയ പുതിയ പിള്ളേരാണ്. അപ്പൊ ഞാനത് അവർക്ക് ആ രീതി മറുപടി കൊടുത്തു. ആ രീതിയിൽ മറുപടി കൊടുത്ത് ഞാൻ പറഞ്ഞു, മക്കളെ ഞങ്ങളല്ല നിങ്ങളുടെ ശത്രുക്കള്. നിങ്ങൾ ഇങ്ങനെ 1,00,000 പേര് വെച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു സാച്ചുറേഷൻ വരും. ആ സാച്ചുറേഷൻ ആണ് നിങ്ങളുടെ പ്രശ്നം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ അവര് മൊത്തം സർക്കാസാണ്, ഓളലാണ്. ഞാനും ഒന്ന് ഓളി. കാരണം നിങ്ങൾക്ക് ഇപ്പൊ 10,000 രൂപ കിട്ടുന്നുള്ളതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. വലിയ ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടിയാണ്, MD എങ്കിലും ഉണ്ടെങ്കിൽ എന്നൊക്കെ എന്നുള്ള രീതി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യിച്ചത് അതുപോലത്തെ സർക്കാസാണ് ഇങ്ങോട്ട്. ഇത് സയന്റിഫിക് അല്ല എന്നാണ് അവരുടെ ഒരു പ്രധാന പ്രശ്നം. ഹോമിയോപ്പതി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഹോമിയോപ്പതിക്കകത്തുള്ള പ്രശ്നം, രണ്ടാമത്തെ പ്രശ്നം എന്റെ അഭിപ്രായത്തില് ഹോമിയോപ്പതിക് പൊട്ടൻസി. അത് ഈ ചർച്ചയുടെ ഭാഗമല്ല. എന്തായാലും ആ പൊട്ടൻസി നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടും അതിനെ ഒരു ശാസ്ത്രീയമായി സംശയം. ഇവര് പറയുന്ന ശാസ്ത്രത്തിൽ അതിനെ വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. ബാക്കിയുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. കൃത്യമായ പിന്നെ ഇതിലും ഉത്തരങ്ങളില്ലാഞ്ഞിട്ടല്ല. കാരണം ക്വാണ്ടം മെക്കാനിക്സും നമ്മുടെ ഇത് പുതിയൊരു സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ നാളെ വരുമ്പോൾ ഇത് ഹോമിയോപ്പതിക്ക് ഒരു തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്ക് ഒരു ശരിയായ ഒരു ഇതുണ്ടാകും. അത് ഉണ്ടാകുന്നവരെ ഈ സാധനം ഇവിടെ നിൽക്കണം. അതിനു മുമ്പ് ഇതിനെ തകർത്ത് വിടുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു കുറച്ചുകൂടിയൊക്കെ ഐക്യവും കുറച്ചുകൂടിയൊക്കെ ഒരു ഇത് ഉണ്ടാകണം. ആൾക്കാർ കുറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തുക. കാരണം ആൾക്കാർക്ക് മടുത്തിത് കേട്ട്. എല്ലാരും ടിപ്സ് ആകും എന്ന് വിചാരിച്ചിട്ടാണ്. അക്യൂട്ട് ഡിസീസിന് ടിപ്സ് ഉണ്ട്, പക്ഷെ അതിലിപ്പോ പറയുന്നില്ല. ആർക്കൊന്നും പറയാനില്ലേ? ചർച്ച എന്ന് പറഞ്ഞിട്ട് ശൈല ഡോക്ടർ ഔട്ടായോ? ലതാ മനോഹരൻ ഡോക്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ അല്ലേ? അൺമ്യൂട്ട് ചെയ്തോ ലതാ മനോഹരൻ ഡോക്ടറെ. ലതാ മനോഹരൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ലതാ മനോഹരൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം. ദേവൻ ഡോക്ടർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നമ്മൾ IFPHന്റെ ആയിട്ട് ഒരു മാസത്തോളം ചർച്ച ചെയ്ത് നമ്മൾ ഒരു മറുപടിയൊക്കെ തയ്യാറാക്കിയിരുന്നല്ലോ അന്ന്. ബാബുരാജ് ഡോക്ടർ വളരെ കഷ്ടപ്പെട്ട് ഒരു മറുപടിയൊക്കെ തയ്യാറാക്കി നമ്മളെ ബില്ല് 1 മുതൽ അവസാനം വരെയും ചെയ്തിരുന്നു. അത് നമ്മൾ ഇതുവരെ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ടോ? അത് എവിടെയാണെന്നുള്ള അതിനെപ്പറ്റിയുള്ള വിവരം എനിക്ക് അറിയില്ല. അത് അന്ന് ചർച്ച ചെയ്തിരുന്നു എന്നല്ലാതെ പിന്നീട് അത് അതിന്റെ ഒരു ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് അറിയില്ല. അതന്ന് നമ്മൾ മുഴുവനും മറുപടിയും തയ്യാറാക്കി ഫൈനലില് ഫുൾ മറുപടിയും തയ്യാറാക്കിയിരുന്നു. പക്ഷെ അത് നമുക്ക് എല്ലാ പോയിന്റും അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഡോക്ടേഴ്സിന് മാത്രമുള്ള അല്ല, പൊതുജനങ്ങൾക്കും കൂടിയുള്ളതും എല്ലാമായിട്ടുള്ള ഒരു കറക്ഷൻ നടത്തിയ ഒരു ബില്ലുണ്ടായിരുന്നല്ലോ. അത് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ എവിടെ അതിന്റെ അവസ്ഥ എന്താന്ന് ഇപ്പൊ എനിക്കറിയില്ല. അത് കൊടുത്താൽ തന്നെ നമുക്കതൊരു കാര്യം ഒരു വായിച്ചു നോക്കിയാൽ മുഴുവൻ അപാകത അവർക്കൊന്ന് മനസ്സിലാക്കാമായിരുന്നു. ഹരിഹരൻ സാറ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. സാറ് അഡ്മിറ്റ് ചെയ്യാം. ഹരിഹരൻ സാറ്. ഞാന് ദേവന്റെ ഡോക്ടർ ദേവൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടായിരുന്നു. അതില് ഡോക്ടർ ചോദിച്ച ഒരു ചോദ്യമാണ് ഞാനും ചോദിക്കാനിരുന്നത്. എത്രയോ മീറ്റിങ്ങുകളിൽ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് ആ ബില്ലിലെ ഡിഫക്ട്സും എല്ലാം കാണിച്ച്
നമ്മളതൊരെണ്ണം പ്രിപ്പയർ ചെയ്തിരുന്നു. അതാരാ അത് എന്ത് ചെയ്തു? അത് പിന്നെ പ്രിന്റ് ചെയ്തോ? അത് കൊടുത്തോ? അത് അധികാരികളിൽ എത്തിച്ചോ? ഇതൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല. നമ്മളന്ന് എത്ര ദിവസം ചർച്ച ചെയ്താണ് അതെല്ലാം എടുത്തത്. അതാരാ ഇതിന്റെ IFPHന്റെ ഭാരവാഹികളല്ലേ അത് അതിനുള്ള മറുപടി പറയണം. അതൊന്ന് അത് ഒരാവശ്യമാണ്. എന്താ വെച്ചാൽ എത്രയോ ദിവസം ചർച്ച ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു സാധനമാണത്. അതിന് IFPHന്റെ സെക്രട്ടറിയും പ്രസിഡന്റോ അങ്ങനെയുള്ള ആധികാരികമായിട്ടുള്ള ആൾക്കാർ അതിന് ഉത്തരം പറഞ്ഞേ പറ്റും. അല്ലാതെ ഇങ്ങനെ എപ്പോഴും എന്നും കുന്നും ഇത് ഇങ്ങനെ IFPH വന്ന് ചർച്ച ചെയ്ത് ഓരോരുത്തരായിട്ട് വന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അത് മനസ്സിലാവുന്നില്ല അതിന്റെ കാര്യം എന്താണ്. അതുകൊണ്ട് അത് IFPHൽ എവിടെയാണ്, ഇത് എന്ത് ചെയ്തു, ഇതിനെപ്പറ്റി വല്ലവരും ഇതിന്റെ ഫോളോ അപ്പ് ചെയ്തു, ഇത് ഞങ്ങളെ അറിയിക്കണം. അതൊന്ന്. പിന്നെ അടുത്ത ഒരു കാര്യം ഞാൻ ദേവൻ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദേവൻ പറഞ്ഞു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യൂട്ട് കേസ് മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ പുതിയ ജനറേഷൻ വിമുഖത കാണിക്കുന്നു. വിമുഖതയല്ല, അത് സാധിക്കുന്നില്ല. അവർക്ക് സാധിക്കുന്നില്ല. അതായത് സ്വന്തം കുട്ടികൾക്ക് ഒരു അസുഖം വന്നാൽ പോലും ഉടൻ പാരസിറ്റമോളിലും ഇല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ അന്വേഷിച്ചാണ് നമ്മുടെ ഡോക്ടർമാർ പോലും. അപ്പം നമ്മൾ ഡോക്ടർമാർ പോലും അങ്ങനെ പോകുമ്പോൾ പിന്നെ പൊതുജനങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് ഉണ്ടോ കാര്യം? ഈ ഡോക്ടർ കുട്ടിയെ കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ആ ക്യൂവിൽ നിൽക്കുന്ന മറ്റു ആൾക്കാർ കണ്ടിട്ട് അവർ പറയും ഡോക്ടർ കുഞ്ഞുമായിട്ട് വന്നിരിക്കുന്നു. ഞാൻ മിനിഞ്ഞാന്ന് ഡോക്ടറൊക്കെ ചെന്നതാ, എൻ്റെ കുഞ്ഞിന് പനി കുറവില്ല, അപ്പോൾ കുഞ്ഞിൻ്റെ പനിക്കും കുറവില്ല. ഇതൊരു വല്ലാത്ത ട്രാജഡിയാണ്. അത് ശരിക്കും അറിവിൻ്റെ കുറവ് തന്നെയാണ്. അപ്പം ഹോമിയോ ഡോക്ടർമാർ അക്യൂട്ട് കേസ് മാനേജ് ചെയ്യാനും അത് ചികിത്സിക്കാനും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു 10 വർഷം അക്യൂട്ട് കേസ് മാനേജ് ചെയ്യാത്ത ഒരു ഡോക്ടറുടെ കയ്യിൽ ഒരു ക്രോണിക് കേസ് തന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. 10 വർഷം മിനിമം എങ്കിലും അക്യൂട്ട് കേസ് മാനേജ് ചെയ്ത് ചികിത്സിച്ച് അതിനുള്ള ഒരു ഇത് കിട്ടിയാൽ മാത്രമേ ക്രോണിക് കേസ് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പരാജയപ്പെടും. അപ്പോൾ അക്യൂട്ട് കേസും ഇല്ല, ക്രോണിക് കേസും ഇല്ല എന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പുതിയതായിട്ട് ക്ലിനിക്ക് ഓപ്പൺ ചെയ്ത ഒരു പെൺകുട്ടി എൻ്റെയൊക്കെ വന്ന് 2.5 മണിക്കൂർ നേരം. ഞാൻ സാധാരണയായിട്ട് 12:30 ക്ലിനിക്ക് അടയ്ക്കുന്ന ആള്, ഞാൻ 11:45 ആ കുട്ടി വന്നിട്ട് ഏതാണ്ട് 1:30 മണിയാ 1:30 കഴിഞ്ഞു പോയപ്പോഴാണ് എൻ്റെ ക്ലിനിക്കിൽ നിന്ന് ആ കുട്ടി പോയത്. ആ കുട്ടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 3 ദിവസമായിട്ട് ഒരു പേഷ്യൻ്റാണ്. ഞാൻ എന്ത് ചെയ്യും സാറേ, എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതിനകത്ത് അതിശയമില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആഴ്ച ഒരിക്കൽ 2 പേരെ വന്നിട്ടുണ്ട്. അതിനകത്ത് അതിശയമില്ല. 2 പേരാണ് ഒരാഴ്ച എൻ്റെ ക്ലിനിക്കിൽ വന്നത്. അവിടെ നിന്നാണ് ഞാൻ 150, 200 ഒക്കെ ആക്കിയത്. അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ ഇരിക്കണം. കൃത്യസമയത്ത് ആശുപത്രി തുറക്കണം. പേഷ്യൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് ആശുപത്രി ലേറ്റായിട്ട് ചെല്ലുന്നത് അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്നല്ലേ പറഞ്ഞു. ഈ സ്ഥിതിവിശേഷം മാറിയാൽ മാത്രമേ ഈ ഹോമിയോപ്പതിയുടെ എക്സിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വൈപ്പ് ഔട്ട് ചെയ്യുന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇതിന്റെ ആ പഴയ രീതിയിലുള്ള ആ ഉയർച്ചയുണ്ടല്ലോ, ആ ഗ്രാഫ് പതുക്കെ താഴോട്ടോ ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടോ പോകും. കാരണം ഞാനിപ്പോ ചുമ്മാ ഇത് കേട്ടപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, എനിക്ക് തോന്നിയതാണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കും പറയാൻ പറ്റത്തില്ല, എവിടെയാണോ അതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. രണ്ടാമത്തത് നമ്മളൊരു അഭിപ്രായമാണ്. ഈ പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ കുട്ടിയായിട്ട് നമ്മൾ ഒരു അക്യൂട്ട് ഡിസീസ് ആയിട്ട് അതൊരു വളരെ ദയനീയമായ അവസ്ഥയാണ്. അതിനെന്ത് പറയാം. ദയനീയമായ അവസ്ഥ.
വളരെ ദയനീയമായ അവസ്ഥയാണ്. ഒന്നും പറയാനില്ല, എനിക്കൊന്നും പറയാം. അതായത് കോൺഫിഡൻസ്, ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഹോമിയോ ഡോക്ടർക്ക് വേറെ ഒരു പേഷ്യന്റിനെ എങ്ങനെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും? വളരെ അതിശയമായി ഇപ്പം നടക്കുന്നത്. പേഷ്യൻസ് തൊട്ടടുത്ത അടുത്ത മെഡിക്കൽ കോളേജിലൊക്കെ ഇതുമാത്രം രോഗികളായ ഇപ്പൊ പനിയായിട്ടും ഒക്കെ ചെല്ലുന്നത്, പനിയും വയറിളക്കമൊക്കെ ആയിട്ട് വരുന്നത്. കമ്പാരിറ്റീവ്ലി ഹോമിയോപ്പതി ഡോക്ടർ നമ്മുടെ ഒന്നും എടുക്കണ്ട, നമ്മളൊക്കെ 40-45 വർഷം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മുടെയൊക്കെ രോഗികൾ വരും, അത് വേറെ കാര്യം. നമുക്കതല്ല ആവശ്യം, അതല്ല നമുക്ക് ആവശ്യം. നമുക്ക് യങ്സ്റ്റേഴ്സിന് എങ്ങനെ പേഷ്യൻസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അവരല്ലേ ഇനിയിപ്പം ഇത് പുൾ ഓൺ ചെയ്തുകൊണ്ട് പോകണ്ടേ, ഈ സിസ്റ്റം പുൾ ഓൺ ചെയ്തുകൊണ്ട് പോകേണ്ട അവരാണ്. അതിനിടയ്ക്കാണ് ഇപ്പൊ ഈ ബില്ലും കൂടെ വന്ന് ചാടിയിരിക്കുന്നത്. ഡോക്ടർ ദേവൻ, ഞാൻ പറയുന്നു, ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ എൻ്റെ പഞ്ചായത്തിലും ഉണ്ട്. അവര് വന്ന് എല്ലാ വീടുകളിലും കയറി ഇറങ്ങുക ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? അവര് പറയുന്നത്, നിങ്ങളുടെ കുട്ടിക്ക് പനിയാണെങ്കിൽ നിങ്ങൾ വേറെ സിസ്റ്റം ഒന്നും ട്രൈ ചെയ്യരുത്, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്കോ കൊണ്ടുപോകണം. കാര്യം ഇപ്പം ധാരാളം പുതിയ പനി, ഇതാണ് അവരുടെ വാക്ക്, പുതിയ പനികൾ വന്നുകൊണ്ടിരിക്കുന്നു. H1N1 അല്ലെങ്കിൽ എലിപ്പനിയോ അങ്ങനെയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഹോമിയോപ്പതിയോ ആയുർവേദമോ ട്രൈ ചെയ്യരുത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മിക്കവാറും ഡോക്ടർമാരുടെയൊക്കെ പ്രിസ്ക്രിപ്ഷൻ പാഡില് അടിയിലത്തെ വരയുടെ താഴെ അതിന് എഴുതി വെച്ചിരിക്കുന്നു, ഹോമിയോപ്പതി മരുന്നും ആയുർവേദ മരുന്നും കുട്ടികൾക്കോ രോഗികളോ ഉപയോഗിക്കരുത് എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. ഇതിനെതിരായിട്ട് പോലും ആരും ISKയും പോയിട്ടില്ല, നമ്മുടെ IFPHും പോയിട്ടില്ല, ആരും പോയിട്ടില്ല, IHMA ഒന്നും പോയിട്ടില്ല, ആരും പോയിട്ടില്ല. ഇതിനെതിരായിട്ട് കോടതിയിൽ പോയിട്ടില്ല. ഞാൻ എൻ്റെ വാക്ക് ഒരു സ്വല്പം രോഷത്തോടെയാണെങ്കിലും ഞാൻ പറയാം, ഇതൊരു വല്ലാത്ത ഒരു ചെയ്ത്താണ് ചെയ്തിരിക്കുന്നത്. അതിനെതിരെയായിട്ട് ആരും പോയിട്ടില്ല. അതായത് അപ്രൂവ്ഡ് സിസ്റ്റമാണ് ഹോമിയോപ്പതി ആയുർവേദവും. ഗവൺമെന്റ് എന്തുമാത്രം എത്ര കോടി രൂപയാണ് ചെലവാക്കുന്നത്. അപ്പോഴാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് ആയുർവേദവും ഹോമിയോപ്പതി മരുന്നും കഴിക്കരുതെന്നും പറഞ്ഞ് എഴുതി കൊടുത്തിരിക്കുന്നത്. മിക്കവാറും വലിയ ഹോസ്പിറ്റലിന്റെ ഒക്കെ അവിടെയുള്ള ഡോക്ടർമാരുടെ ഒക്കെ പ്രിസ്ക്രിപ്ഷൻ പാഡിൽ ഇതുണ്ട്. അതിനെതിരെ പോലും ആരും ശബ്ദം ഉയർത്തുന്നില്ലല്ലോ. അതെന്താണ് കാര്യം? നമ്മളിതിനെ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ തലപ്പത്തിരിക്കുന്നവരെ അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെതിരായിട്ട് മൂവ് ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ട് നടക്കുന്നില്ല? ശരി, ഞാൻ ഇപ്പൊ കാണുന്നോണ്ട് ഞാൻ ആലോചിച്ചപ്പോ ഉള്ളത് ഞാൻ പറഞ്ഞെന്നുള്ളത്. നമുക്ക് ലതാ മനോഹരൻ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം ഡോക്ടറെ. നമസ്കാരം, കേൾക്കാവോ? കേൾക്കാം. എന്റെ ഒരു ചോദ്യം ഇതാണ്. നമുക്ക് 3 സംഘടന ഹോമിയോപ്പതി സംബന്ധിച്ച് 3-4 സംഘടനകൾ, ഗവൺമെന്റ് ഡോക്ടേഴ്സിന്റെ ഉൾപ്പെടെ 4 സംഘടനകൾ മിനിമം ഉണ്ട്. അപ്പൊ ഇത്രയും സംഘടനകളുടെ ടോപ്പിലുള്ള അതോറിറ്റി, ഈ സെക്രട്ടറി, പ്രസിഡന്റ്, അതിന്റെ സെലക്ട് ചെയ്തിരിക്കുന്ന അത്രയും മെമ്പേഴ്സിനെ IFPH ഒരു മുൻകൈ എടുത്തുകൊണ്ട് അവരെയും കൂടെ സമീപിച്ചിട്ട് അവരും പിന്നെ അതോടൊപ്പം തന്നെ ഈ കേരളത്തിലുള്ള എല്ലാ ഹോമിയോപ്പതി കോളേജുകളിലും അവിടെ ചെന്ന് അവിടുത്തെ സ്റ്റുഡൻസിന്റെ സംഘടനയുണ്ടെങ്കിൽ അവരുമായിട്ടും ഒക്കെ സംസാരിച്ച് ഇതിന് കോമൺ ആയിട്ട് ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. നമ്മൾ IFPHന്റെ നേതൃത്വത്തിൽ ഒരു കൺസോർഷ്യം ഉണ്ടാക്കുകയും ഈ കൺസോർഷ്യത്തിലെ എല്ലാ ഗ്രൂപ്പുകാരെയും കൊണ്ടുവന്നു, IHMA, IHK, ക്യുഫ, അങ്ങനെ ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ്, പിന്നെ സീനിയർ ആയിട്ടുള്ള കുറെ ഡോക്ടർമാർ, അങ്ങനെ ഇതൊന്നുമായിട്ട് പങ്കെടുക്കാവുന്ന സകല ആൾക്കാരെയും വേദി കൊണ്ടുവരികയും സംസാരിക്കുകയും ഇതുപോലെ അങ്ങനെയാണ് ഈ പൊതുജനാരോഗ്യ ബില്ലെന്ന സംഭവം ഈ പറഞ്ഞ മഹാന്മാരൊക്കെ അറിയുന്നത്.
അറിയുന്നത് പോലും. അത് ദേവരാജ് ഡോക്ടറാണ് അന്ന് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. ഞാൻ ഇതെല്ലാം ആൾക്കാരെ സംഘടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളിതെല്ലാം സംഘടിപ്പിച്ച് ഇതെല്ലാം ചെയ്തതാണ്. പക്ഷേ അവസാനം വന്നപ്പോഴത്തേക്ക് ഇല്ലേ, ഈ സ്ഥാനമോഹ എന്ന് പറയുന്നതാണ് നമ്മളുടെ ആൾക്കാരുടെ ഏറ്റവും വലിയ ചിന്ത. ഹോമിയോപ്പതിയിൽ അവരവരുടെ സ്ഥാനങ്ങളാണ്. അപ്പൊ അതിനുവേണ്ടി അവര് എന്ത് ചെയ്ത്, അയ്യോ IFBH അങ്ങ് വലിയ ആൾക്കാരാകുകയാണ്, അതുകൊണ്ട് നമുക്ക് IFBHനെ പറ്റില്ല, അവര് വ്യാജന്മാരുടെ സംഘടനയാണ് എന്നും പറഞ്ഞ് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നെ ഇനി ഞങ്ങളെല്ലാം തന്നെ ചെയ്തോളാം. കാരണം നമ്മൾ സ്വന്തമായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വലിയൊരു ധർണ നടത്തി. അന്ന് എല്ലാവരും പുച്ഛത്തോടെയാണ് പറഞ്ഞത്. പക്ഷെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ അന്നേരം അതേ സമയത്ത് സൈമൾട്ടേനിയായിട്ട് വലിയൊരു സംഘടനയുടെ പ്രസിഡന്റ് അങ്ങേര് പറയുന്നത്, ഞാൻ സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി കാര്യങ്ങളെല്ലാം കരക്കെത്തിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം സംഘം, നമ്മൾ ഒരിക്കലും IFBHകാർ ഒരിക്കലും ഒരു ക്രെഡിറ്റും എടുക്കാൻ വേണ്ടി ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല, അതിനായിട്ട് ശ്രമിക്കുന്നുമില്ല. പക്ഷെ നമുക്ക് വേണ്ടത് ഹോമിയോപ്പതിയാണ് വലുത്. ഹോമിയോപ്പതിക്ക് ശേഷമേ ഉള്ളൂ മറ്റുള്ളതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പഴയ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു, നിങ്ങൾ ഹോമിയോപ്പതിക്കാർ എവിടെ നോക്കിയാലും പുതിയ പുതിയ സംഘടനകളാണ്, ഇങ്ങനെ കുറെ സംഘടനകൾ വന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയും, അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒന്നിച്ചൊരു സംഘടനയായിട്ട് പോവാ എന്ന് ആ പഴയ ആരോഗ്യമന്ത്രി പറഞ്ഞതിന്റെ പേരിലാണ് നമ്മളിങ്ങനെ ഒന്നിച്ചൊക്കെ ആയതും ഒന്നിച്ച് ചർച്ച നടത്താൻ ശ്രമിച്ചതും. അവസാനം ഈ പറഞ്ഞ പോലെ ഈഗോ ക്ലാഷ് ഉണ്ട്. എന്നിട്ടും പൊതുജനാരോഗ്യ ബില്ല് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും കിട്ടി എന്നും പറഞ്ഞ് വലിയ സന്തോഷത്തോടെ കൈകൊട്ടുകയും അവര് വാർത്തകൾ ഇറക്കുകയും ഞങ്ങളാണ് എല്ലാം ജയിച്ചതെന്ന് പറയുകയും ചെയ്തു. അപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, എന്താ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എല്ലാം കിട്ടി. ആ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ തിരിഞ്ഞു കുത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ പുതിയ പുതിയ മെമ്മോറണ്ടമായിട്ട് പോവുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് ഹോമിയോപ്പതിയാണ്. അപ്പൊ ഹോമിയോപ്പതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, അല്ലാതെ കസേരകൾക്ക് വേണ്ടി മത്സരിക്കുന്ന കുറെ ആൾക്കാരും എല്ലാം ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ വഴി ചെയ്തു, ഞങ്ങൾ ചെയ്തു, ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. അത് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഞാൻ പറയാൻ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഇപ്പോൾ ഒരു മരണമാണ്. ആ വീട്ടിൽ ഞാൻ പോയപ്പോഴേ അവിടെ കുറെ കലാകാരന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവരെല്ലാവരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ ഒരു കാര്യം പറയുന്നത്, ഞങ്ങൾ തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ 241 സംഘടനകളുണ്ട്. ചെണ്ടയ്ക്ക് ഒരു കൂട്ടര്, ജിഞ്ചത്തിന് ഒരു കൂട്ടർ, ഗിത്താറിന് ഒരു കൂട്ടർ, ഇതിനെല്ലാം തലപ്പത്ത് രാഷ്ട്രീയ ഇതിലുള്ള ആൾക്കാരുമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വിനീത വിധേയന്മാരായി നിന്ന് നമ്മുടെ സർക്കാർ എന്ത് പറയുന്നു അതിങ്ങനെ തൊഴുത് ഞാൻ എല്ലാം നേടി എന്നുള്ള രീതിയിൽ നിൽക്കും. അത് തന്നെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിലാണ് മാറ്റം വരേണ്ടത്. ഇതിനായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. പരിഹാരമായിട്ട് ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ മറ്റുള്ള ഈ IFBHന് ഒരു ക്രെഡിറ്റ് വേണ്ട എന്നതിന്റെ പേരിലാണ് ദേവരാജ് ഡോക്ടറുടെ ഒക്കെ നേതൃത്വത്തിൽ വേറൊരു ടീമിനെ തന്നെ സെറ്റപ്പ് ചെയ്ത് ഈ നമ്മുടെ ടീമിലോട്ട് വരാൻ, അതായത് കോഴികെട്ടവന്റെ തലേ പൂട കാണുമെന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരെല്ലാം മാറി ഇപ്പം കുറെ നല്ല ആൾക്കാർ ആ ഒരു കൂട്ടായ്മയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശം ഹോമിയോപ്പതിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അതിന് ആരെ ഘടിപ്പിക്കാൻ പറ്റും. കാരണം നമ്മളിവിടെ ഒത്തിരി പേര് പല രീതിയിൽ ശ്രമിച്ചിട്ടും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ മാതൃ സംഘടനയിൽ പിന്നെ അവരുണ്ടാവില്ല എന്നുള്ള ഭയപ്പാടാണ് എല്ലാവർക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ വിശാലമാണ്. അതിലോട്ട് നമ്മൾ പോകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്. അതിനാണ് ദേവരാജ് ഡോക്ടറും അൻസാർ ഡോക്ടറും ഒക്കെ വളരെ ഗംഭീരമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒന്നുമില്ലേലും ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓരോന്നോരോന്ന് ശരിയായി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇറക്കിയ പത്രക്കുറിപ്പ് മാത്രം മതി, അല്ലെങ്കിൽ അവരുടെ ഓർഡർ മാത്രം മതി ശരിക്ക് നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് അറിയണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഓർഡർ കൊടുത്തിരിക്കുന്ന ആർക്കാ? നമ്മുടെ DMOമാരായ ആയുർവേദക്കാർക്കും ഹോമിയോക്കാർക്കും. അതായത് നിങ്ങളൊന്നും ഇതിലൊന്നും ഇടപെടേണ്ടെന്നാണ് അവർ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വകയാണ്, ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ മാത്രം ചെയ്തോളാം, നിങ്ങൾ ആരെയും ഇടപെടിക്കേണ്ട, നിങ്ങളുടെ ശമ്പളവും ഒക്കെ വാങ്ങി കൃത്യമായിട്ട് അങ്ങ് ജീവിച്ചോളാൻ. ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ദേവരാജ് ഡോക്ടർ ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ധനേഷ് ഡോക്ടർ, നമുക്കൊരു കാര്യം ചെയ്യണം. നമ്മളിപ്പം ഇത്രയും ചർച്ചകൾ നടത്തി തയ്യാറാക്കിയ ഒരു ഇതുണ്ടല്ലോ നമുക്ക്.
അതിപ്പോ നല്ല സമയമാണ് അത് കൊടുക്കേണ്ടത്. ഇവരിപ്പം സമിതിക്കാര് അവരുടെ അഭിപ്രായം കൂടെ കൊടുക്കുന്ന സമയമായപ്പോൾ നമ്മൾ തയ്യാറാക്കിയതും കൂടെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർക്കും ചീഫ് മിനിസ്റ്റർക്കും അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും കൊടുക്കാനൊരു നടപടിയും കൂടെ എടുത്ത് അവിടെ ചെല്ലട്ടെ. എന്താണെങ്കിലും ഒന്നും ഉണ്ടായില്ലേലും ഒന്ന് കൊടുക്കുന്നതിന് സെക്രട്ടറി അതിന്റെ മുൻപിലുണ്ട് കൊടുക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് നാളെ വ്യക്തമായിട്ട് പറയാം. സമാധാനമുണ്ട്. കൊടുത്തില്ല, അതൊന്ന് അന്വേഷിച്ചിട്ട് അല്ലല്ല, ഇല്ലെങ്കിൽ അത് അത് കൊടുക്കാൻ. സെക്രട്ടറി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കും. ഇപ്പൊ പുതിയ കിരൺചന്ദാണ്, അദ്ദേഹം ഹോമിയോപ്പതി സ്നേഹിയാണ്. പൊളിറ്റിക്കലായിട്ട് ഒത്തിരി രണ്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആയിട്ട് ഒരുപോലെ ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാം ശുഭമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും. വരട്ടെ എന്ന് വിളിക്കാം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാം. അതെ. എന്തായാലും നമുക്ക് നല്ലൊരു ചർച്ചയാണ് ഇന്ന് നടന്നത്. നമുക്ക് ദേവരാജ് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ലതാ മനോഹരൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നന്ദി മറിയാമ്മ ഡോക്ടറെ. നന്ദി. പിന്നെ ദേവരാജൻ ഡോക്ടർക്ക് നന്ദി. അതോടൊപ്പം തന്നെ ഈ ഒരു ചർച്ച 3-4 ക്ലാസ് നമ്മൾ ഇവിടെ ഈ ചർച്ച തന്നെ എടുത്തിരുന്നു. ആ ചർച്ചയിലെല്ലാം നമുക്ക് ആ പ്രതീക്ഷയില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്നത്തെ ചർച്ച നമുക്ക് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയും ഉണ്ട്. എന്നാൽ നമ്മളുടെ മുന്നിൽ വളരെ കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടി എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണമെന്നും കൂടെ ഡോക്ടർ വളരെ അതിൻ്റെ ഓരോ നിയമവും പഠിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും കൂടെ യോജിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു സമാധാനവും കൂടെ കിട്ടിയ ഒരു ചർച്ചയായിരുന്നു. IFEHന്റെ പേരിലും എൻ്റെ പേരിലും ഇവിടെ പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിൻ്റെയും പേരിലും ദേവരാജ ഡോക്ടർക്ക് നന്ദിയും നമസ്കാരവും പറയുന്നു. നന്ദി. ഹരിഹരൻ സാർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നതാണോ? എന്റെ ഹാൻഡ് റൈസ് ചെയ്ത് ഞാനത് മാറ്റി. അപ്പം ഇന്നത്തെ ഈ ചർച്ചയില് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് ദേവരാജൻ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയട്ടെ. അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് എല്ലാവർക്കും, പ്രത്യേകിച്ച് ധനേഷ് ഡോക്ടർ, ലതാ മനോഹരൻ ഡോക്ടർ, ഹരിഹരൻ സാറ്, എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഇനിയും നമുക്ക് നമ്മുടെ നിരാശ മാറുന്നില്ല. ഇത് ജയം കണ്ടെത്തുന്നത് വരെ നമുക്കിത് തുടരാം. ഈ ചർച്ച അതുപോലെ തന്നെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. അങ്ങനെ നമ്മുടെ 1419 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.